ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് എന്ന മട്ടിലാണ് നേരത്തെ പറഞ്ഞത്. സർ, ഇതിലൊരു വൈരുദ്ധ്യമില്ലേ? ഇന്നലെ വൈകുന്നേരമാണ് ആ റിപ്പോർട്ട് ലഭിക്കുന്നത്. സാധാരണ നിലയിൽ അത്തരമൊരു റിപ്പോർട്ട് ലഭിച്ചാൽ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് ചെക്കിംഗ് ധനവകുപ്പ് നടത്തണ്ടേ? ധനവകുപ്പ് അത്തരമൊരു ഫാക്ട് ചെക്കിംഗ് നടത്തിയിട്ടുണ്ടോ? നിയമവകുപ്പ് കാണേണ്ട കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. സിവിൽ സർവൻസ് പരിശോധിച്ച് സർക്കാർ രേഖയായി ഓതന്റിക്കേറ്റ് ചെയ്യാതെ കണ്ണടച്ച് സഭയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയായ രീതിയാണോ? സർ, മന്ത്രിസഭ കണ്ടുവെന്ന് നേരത്തെ അവകാശപ്പെടുകയുണ്ടായി. സർ, മന്ത്രിസഭ കണ്ടതുകൊണ്ട് ഫാക്ട് ചെക്ക് നടന്നു എന്ന് വരുമോ? സർക്കാരിൻ്റെ പേരിൽ പുറത്തു വരുന്ന പോളിസി ഡോക്യുമെന്റുകൾ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയർ അനുസരിച്ചല്ലേ വേണ്ടത്? സാമ്പത്തിക നയം, ധനകാര്യ വിലയിരുത്തൽ, ഇതിലെല്ലാം അതിൻ്റെതായ നടപടിക്രമങ്ങൾ വേണ്ടേ? ഇവയ്ക്കെല്ലാം സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ടല്ലോ. ക്യാബിനറ്റ് സർക്കുലേഷൻ, മുഖ്യമന്ത്രിയുടെ അംഗീകാരം, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൺകറൻസ്, ഇതെല്ലാം ഈ രേഖയുടെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ച് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനക്ഷേമത്തെ അധിക ചെലവായി കാണാത്ത സാമൂഹ്യനീതിയുടെ അടിത്തറയായി കാണുന്ന ഒരു രാഷ്ട്രീയ ദിശയാണ്. ആ നിലപാട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിഫലിച്ചില്ല. ഇത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം നിരാശാജനകമാണ്. സർ, തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ച് പുതുതായി വന്ന BBG റാംജി അതിനെപ്പറ്റി ഒന്നും പരാമർശിച്ചതായി കണ്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ, വർഗീയ രീതിയിൽ സൃഷ്ടിക്കുന്ന നയങ്ങൾ, ഇതൊന്നും എതിർത്തതായിട്ട് കാണുന്നില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം നമ്മുടെ നാടിനെ വല്ലാതെ ബാധിക്കുന്നതാണ്. ഇതിനും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ തുറന്നെതിർക്കുന്നതായി കാണുന്നില്ല. പ്രവാസികളെ ദോഷകരമായി ബാധിക്കുന്ന ഗൾഫ് പ്രതിസന്ധി, അതിനെപ്പറ്റിയും പരാമർശമില്ല. സർ, ഈ സ്ഥിതിവിശേഷം കേരളത്തെ എങ്ങനെ ബാധിക്കും? ഇത് മറികടന്നു പോകാൻ എന്തൊക്കെയാണ് നയപരിപാടികൾ? ഇതൊന്നും നയപ്രഖ്യാപനം പരാമർശിക്കുന്നില്ല. സർ, വലിയ ആശങ്ക ഉയർത്തുന്നത് ക്ഷേമ നയങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം തുടരുമോ? പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ? ലൈഫ് ഭവന പദ്ധതി തുടരുമോ? ക്ഷേമ ബോർഡുകൾ സംരക്ഷിക്കപ്പെടുമോ? ഭാവി കേരള വികസനത്തിൻ്റെ ചാലകശക്തിയായ കിഫ്ബി തുടരുമോ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിക്ക് തുടർച്ചയുണ്ടാകുമോ? ഇതിനെല്ലാമുള്ള മറുപടി ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. സർ, പുതുയുഗ കേരളം ഒരു മുദ്രാവാക്യം മാത്രമായി നയപ്രഖ്യാപനത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിനുള്ള കർമ്മപരിപാടി?
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.